കാടിറങ്ങുന്ന വന്യജീവികൾ എക്കാലത്തും മനുഷ്യന് ഭീഷണിയോ എന്ന വിഷയത്തെ മുൻനിർത്തി സ്കൂൾ വിദ്യാർത്ഥികൾ പ്രത്യേക പ്രൊജക്ട് ചെയ്തു. കൂവപ്പടി BRCയുടെ പരിധിയിൽ വരുന്ന 4 സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളാണ് പ്രൊജക്ട് ചെയ്തത്. പ്രൊജക്ട് റിപ്പോർട്ട് കുട്ടികൾ പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറി. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയും സമഗ്ര ശിക്ഷ കേരളയും സംയുക്തമായി നടപ്പിലാക്കുന്ന സ്ട്രീം എക്കോ സിസ്റ്റം പ്രോജക്ടിന്റെ ഭാഗമായി കൂവപ്പടി BRC പരിധിയിലെ 4 സ്കൂളുകളിൽ നിന്നുള്ള ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾ കാടിറങ്ങുന്ന വന്യജീവികൾ എക്കാലത്തും മനുഷ്യന് ഭീഷണിയോ എന്ന വിഷയത്തെ മുൻനിർത്തി പ്രോജക്ട് അവതരിപ്പിച്ചു. മനുഷ്യരും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു പ്രൊജക്ട് തയ്യാറാക്കുന്നുണ്ട് എന്നറിയിച്ചതിനെ തുടർന്ന് കൂവപ്പടി BRC ആയിട്ട് സഹകരിച്ചിട്ട് ചെയ്തൊരു പ്രൊജക്റ്റാണ്. ഏകദേശം ഒരു 35ഓളം കുട്ടികൾ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. കുട്ടികൾ അത്യാവശ്യം എല്ലാ മേഖലയും അവർ ആ പഠനത്തിന്റെ ഭാഗമായിട്ട് കടന്നുപോകണമെന്നാണ് എൻ്റെ വിശ്വാസം. ഏകദേശം ഒരു 8-9 സ്റ്റെപ്പ് അവരതിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. വിഷയത്തെപ്പറ്റി പഠിച്ചിട്ടുണ്ട്, ഫീൽഡ് സഞ്ചാരം നടത്തിയിട്ടുണ്ട്. അവരൊരു ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു സർവേ പോലെ ഒരു ഗൂഗിൾ ഷീറ്റ് അവർ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ നമ്മുടെ ഈ ഭാഗത്തു നിന്നും ഈ പൊതുജനങ്ങളിൽ ഈ വിഷയത്തെ പറ്റി ഒരു അവബോധം നടത്തി അതിൽ നിന്നൊരു റിപ്പോർട്ട് ക്രോഡീകരിച്ച് അത് BRC വഴി നമ്മൾ മുകളിലേക്ക് സമർപ്പിക്കണം. അതായത് കൊച്ചി യൂണിവേഴ്സിറ്റിയാണ് ആ പ്രൊജക്ടിന്റെ ഒരു പാർട്ട്ണർ. പ്രശ്നബാധിത പ്രദേശമായ മേക്കപ്പാല പാണിയേലി വനം മേഖലയിലെ ആളുകൾ കൂട്ടപലായനം നടത്തുന്നതിനെ സംബന്ധിച്ചും അതിന്റെ കാരണങ്ങൾ കണ്ടെത്തിയും പ്രശ്ന പരിഹാരം നടത്തിയും പ്രോജക്ടിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കുട്ടികൾ കടന്നുപോയി. തുടർന്ന് പ്രോജക്ടിന്റെ സമാപനവും പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടെയും പ്രോജക്ടിന്റെ അവതരണത്തിനും വേണ്ടി വേങ്ങൂർ പഞ്ചായത്ത് ഹാളിൽ ഒത്തുകൂടി. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ മുഴുവൻ വാർഡ് മെമ്പർമാരും പങ്കെടുത്ത പ്രോഗ്രാമിൽ BRC കോർഡിനേറ്റർ ഫാത്തിമ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ടീച്ചർമാരായ സിമി, ഷൈനി, കൊച്ചുറാണി എന്നിവരും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അനസ്, പ്രോജക്ട് ടീം അംഗങ്ങളായ SMHSS ക്രാരിയേലി സ്കൂളിലെ കുട്ടികൾ എന്നിവരും പങ്കെടുത്തു. കുട്ടികൾ പ്രോജക്ട് വിവരണങ്ങൾ അടങ്ങിയ പോസ്റ്റർ പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി, പെരുമ്പാവൂർ.